ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹീതമായ ദിവസത്തിന്റെ പ്രഭാതത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ നോമ്പിന്റെ ഈ പുണ്യദിനങ്ങളിൽ ദൈവം ഇടയാക്കുന്ന അനുഭവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശു കർത്താവിലൂടെ ദൈവം തമ്പുരാൻ ചെയ്തെടുത്ത പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പ് മുഖ്യ വിഷയമാക്കി ധ്യാനിക്കുന്ന ഈ നോമ്പിന്റെ അനുഗ്രഹീതമായ സമയങ്ങളിൽ ഒരുമിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ ദൈവം നൽകുന്ന അനുഗ്രഹീതമായ സമയങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. വചനധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നോമ്പിൽ 3-ാം ഞായറാഴ്ച ധ്യാനത്തിനായി തിരുസഭ വേർതിരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 5 വ്യക്തികളുടെ ജീവിതങ്ങളെ ഒന്ന് പരാമർശിച്ച് ഞാൻ എന്റെ ധ്യാനം അവസാനിപ്പിക്കുക. പക്ഷപാതക്കാരന് സൗഖ്യം ലഭ്യമാകുന്നതാണ് പ്രധാന പ്രതിപാദ്യ വിഷയം. ആ ഭാഗത്ത് കാണാൻ പറ്റുന്ന 5 ജീവിതങ്ങൾ. ഒന്ന്, പക്ഷപാതക്കാരൻ എന്ന രോഗിയെ യേശുവിലേക്ക് എത്തിക്കുന്ന ചില ആളുകളുടെ വിശ്വാസം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 ആൾ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിലേക്ക് കൊണ്ടുവന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം നാം ഈ വായിച്ച ഭാഗത്ത് ചില ആളുകൾ പക്ഷപാതക്കാരനെ യേശുവിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് രേഖപ്പെടുന്നത്. എന്തുമാവട്ടെ, ആ വ്യക്തികളുടെ വിശ്വാസം യേശു കണ്ടു എന്ന് രേഖപ്പെടുത്തുന്നു. വിശ്വാസത്തെ ദൃശ്യമാക്കുന്ന രീതിയിലുള്ള ചെയ്തികൾ, പ്രവൃത്തികൾ ഈ വ്യക്തികളിൽ നിന്ന് രൂപപ്പെടുമ്പോൾ പക്ഷപാതക്കാരന്റെ സൗഖ്യം ആരംഭിക്കുകയാണ്. നിരാശയിൽ കഴിയുന്ന ചില ജീവിതങ്ങളെ പ്രത്യാശയുടെ പൊൻകിരണം സമ്മാനിക്കത്തക്ക വിധത്തിൽ എന്റെയും നിങ്ങളുടെ വിശ്വാസം മാറുമ്പോൾ ചില ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നോമ്പിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ചില ജീവിതങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് മറക്കരുത്. ഉത്തരേന്ത്യയിൽ സംസ്ഥാനത്ത് അനുഗ്രഹീതമായ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ് ദയാഭായ് എന്ന പേരിലുള്ള മേഴ്സി മാത്യു. മേഴ്സി മാത്യു ക്രൈസ്തവീയതയെ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്രകാരമാണ്: ക്രിസ്ത്യാനിറ്റി ഈസ് നത്തിങ് ബട്ട് മിയർ പ്രീച്ചിങ്, ഇറ്റ് ഈസ് ഡൂയിങ്. പുലമ്പലല്ല ക്രൈസ്തവികത, ചിലതൊക്കെ ചെയ്യലാണ്. 4 ആളുകളുടെ വിശ്വാസം അവരിൽ തന്നെ ഒതുങ്ങുകയല്ല, മറിച്ച് വിശ്വാസം ജഡം ധരിക്കുകയാണ്, പ്രവൃത്തിയായി മാറുകയാണ്. ആ പ്രവൃത്തി തങ്ങൾക്ക് വേണ്ടിയല്ല, ബലഹീനനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട പരിവർത്തനത്തിന് വേണ്ടിയാണ്. അവർ സംഘം ചേരുന്നത്, ഒരുമിക്കുന്നത് പക്ഷപാതക്കാരനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ചില വീണ്ടെടുപ്പിന് ഞാനും നിങ്ങളും സാക്ഷിയാകുവാനാണ് നിയോഗം. വിളി എന്നുള്ളത് വ്യക്തിപരമായ ജീവിത താല്പര്യങ്ങൾ നേടി സായുജ്യമടയാനല്ല, മറിച്ച് അതിലൊക്കെ അപ്പുറത്ത് ചില നന്മകൾ ഈ ചുറ്റുപാടിലെത്തിക്കുകയാണ്. രണ്ടാമതായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷാരമാണ്. പുരുഷാരത്തിന്റെ ഒരു ക്വാളിറ്റിയാണ് അവർ യേശുവിനൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ പുരുഷാരം നിമിത്തം പക്ഷപാതക്കാരനെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ഈ വ്യക്തികൾക്ക് കഴിയുന്നില്ല. ഞാനും നിങ്ങളും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ പറയുമ്പോഴും ചില ആളുകളുടെ കാഴ്ച മറയ്ക്കുന്നുണ്ടോ കർത്താവിൽ നിന്ന് എന്നുള്ളത് ശാന്തമായി ചിന്തിക്കണം. കർത്താവിലേക്ക് വ്യക്തികളെയും ജീവിതങ്ങളെയും ആകർഷിക്കുവാനാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം, കാഴ്ച മറയ്ക്കാനല്ല. അറിയാതെയെങ്കിലും ഞാൻ നിൽക്കുന്നത് മൂലം പലരുടെ കാഴ്ച കർത്താവിൽ നിന്ന് മറയുന്നുണ്ടോ എന്ന് ശാന്തമായി വിചിന്തനം ചെയ്യേണ്ട വേളയാണ് നോമ്പ്. അതുകൊണ്ട് നോമ്പ് ഒരു സ്വയം വിലയിരുത്തലാണ്. 3, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അവിടെ കൂടിയ പരീക്ഷന്മാരും ന്യായശാസ്ത്രികളുമാണ്. ഈ മനുഷ്യന് യേശു കർത്താവ് സൗഖ്യം നൽകുന്നത് കണ്ടിട്ട് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു. ന്യായശാസ്ത്രന്മാരും പരീക്ഷന്മാരും വേദം വ്യാഖ്യാനിക്കുന്നവരും ചില നിയമസംഹിതകളെ ജീവിതത്തിന്റെ ക്രമമാക്കി യാത്ര ചെയ്യുന്നവരുമാണ്. എന്നാൽ അവർക്ക് ഈ സൗഖ്യം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള രക്ഷയുടെ സന്തോഷത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോഴാണ് ജീവിതം മഹത്തരമാണ്. നോമ്പ് പല ആളുകളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കണം. 4, അതിന് പറയുവാൻ ശ്രമിക്കുന്നത് ഈ പക്ഷപാതക്കാരന്റെ ജീവിതശൈലിയാണ്. അവന് സൗഖ്യം കിട്ടിയപ്പോൾ അവൻ ഉടൻ തന്നെ കിടക്ക എടുത്ത് എഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം കൊടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അവൻ വീട്ടിലേക്ക് പോകുന്നത് പുതിയ സൃഷ്ടിയായിട്ടാണ്, ഒരു പുതിയ ജീവിതവുമായിട്ടാണ്, യേശുവിനെ സുഖപ്പെടുത്തി എന്നുള്ള സാക്ഷ്യവുമായിട്ടാണ്. നോമ്പ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അവസാനമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആ വീട്ടുടയവന്റെ നിശബ്ദതയാണ്. തന്റെ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റുവാൻ അവൻ നിശബ്ദമായി സമ്മതിക്കുകയാണ്. തന്റെ ഭവനത്തിൽ ഒരു വീണ്ടെടുപ്പ് നടത്തുവാൻ നിശബ്ദമായി അവൻ അനുവദിക്കുകയാണ് തന്റെ ജീവിതത്തെ. പ്രിയപ്പെട്ടവരെ,
നിശബ്ദമായി ചില നന്മകൾ ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റെടുക്കുവാൻ കഴിയണം. അത് വിശക്കുന്നതിന് മുമ്പിൽ അപ്പമായി ആകട്ടെ, അത് ദാഹിക്കുന്നതിന് മുമ്പിൽ ദാഹശമനിയാവട്ടെ. ഈ മനുഷ്യൻ നിശബ്ദമായി നമ്മെ വെല്ലുവിളിക്കുകയാണ്. വീട്ടുടയവന്റെ നിശബ്ദത ആ ഭവനത്തെ ഒരു വലിയ സാക്ഷ്യ കൂടാരമാക്കി മാറ്റുകയാണ്. എന്റെയും നിങ്ങളുടെയും ഭവനത്തെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ, നമ്മുടെ ദേവാലയത്തെ ഒരു സാക്ഷ്യത്തിന്റെ കൂടാരമാക്കി നമുക്ക് മാറ്റണം. ആ ഉടയോൻ തന്റെ ഭവനത്തിന് ഒരു വലിയ ഒരു അത്ഭുതത്തിന്റെ ഇടമാക്കി, ഒരു ബലഹീനന്റെ വീണ്ടെടുപ്പിന്റെ വേദിയാക്കി മാറ്റും. നോമ്പ് അങ്ങനെ അനുഗ്രഹീതമാക്കുക. ക്രൂശിന്റെ ദർശനത്താൽ നമുക്ക് യാത്ര ചെയ്യാം. ക്രൂശ് വീണ്ടെടുപ്പിന്റേതാണ്, ക്രൂശ് സഹനത്തിന്റേതാണ്, ക്രൂശ് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള അനുഗ്രഹീതമായ ജീവിതശൈലിയുടെ തുടക്കമാണ്. അങ്ങനെ അനുഗ്രഹീതമായി നമുക്ക് യാത്ര ചെയ്യാം. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി നാം ഒരുങ്ങുമ്പോൾ അനുഗ്രഹീത ജീവിതശൈലിയുടെ മക്കളായി, വീണ്ടെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതങ്ങളായി നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു ധ്യാനം അണിയിച്ചൊരുക്കുന്ന അണിയറയിലുള്ള എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട്, ഇടവകയെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.